ബംഗ്ലാദേശിൽ അന്തരിച്ച ഖാലിദ് സയ്യിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ദേശീയ തെരഞ്ഞെടുപ്പിൽ മുന്നിലായി. ജമാഅത്ത് ഇസ്ലാമി പ്രക്ഷോഭകരും നയിക്കുന്ന മുന്നണിക്ക് തോൽവി നേരിട്ടു. തെരഞ്ഞെടുപ്പ് ഫലം കരുതലോടെ ഇന്ത്യ വീക്ഷിക്കുകയാണെന്നാണ് വിവരം. പി ജെയിംസ് ഈ വാർത്തയെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. രാവിലെ ജിമ്മൊക്കെ കഴിഞ്ഞോ? ജിമ്മിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ വയസ്സുകാലത്ത് ഒരുപാട് ദൈർഘ്യം കൂട്ടരുത്. ഈ വയസ്സ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ വെരി യങ് ആണ്. എനിക്ക് മനസ്സിലായി. 37 വയസ്സെന്നല്ലേ ഇന്നലെ പറഞ്ഞു? അതെ 36. മനസ്സിലായി. അപ്പൊ നമ്മുടെ ബംഗ്ലാദേശിലേക്ക് പോയാൽ ഈ ഇന്ത്യയെ ഒരുപാട് ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ഇന്ത്യ വളരെ കരുതലോടെ നോക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ ഡിസംബറിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഖാലിദ് സിയയുടെ പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിജയത്തിലേക്ക് പോകുന്നുവെന്നുള്ളതാണ് ആദ്യ ഫലസൂചനകളൊക്കെ സൂചിപ്പിക്കുന്നത്. 3-2 ഭൂരിപക്ഷം നേടുമെന്നാണ് അവരുടെ പാർട്ടി തന്നെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഖാലിദ് സിയയുടെ മകൻ 17 വർഷമായിട്ട് പുറത്തായിരുന്നു. അവർ ഒരുപക്ഷെ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരുന്നു. നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് താരിഖ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി മത്സരിച്ചത്. 300 അംഗ പാർലമെൻറ്റ് സീറ്റാണ്. അതിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള മത്സരം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ 299 മണ്ഡലങ്ങളിലേക്കാണ് മത്സരം നടന്നത്. അതിൽ 292 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മത്സരിച്ചു. അവരാണ് ഇപ്പോൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് നേതൃത്വം നൽകിയ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം, അതിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുണ്ട്, NCP. അപ്പോൾ അവർ 11 അംഗ പാർട്ടിയാണ്. അവർ വലിയ രീതിയിലുള്ള ഒരു തീവ്ര മുദ്രാവാക്യം, കുറച്ചുകൂടി മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വരെ മുഴക്കിയാണ് അവർ മുന്നോട്ട് പോയത്. അവർ ഇന്ത്യ വിരുദ്ധരായിരുന്നു. പാകിസ്ഥാനുമായി കൂട്ടുചേർന്നു. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് അച്ചുതണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. ഇന്ത്യയിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിൽ വലിയ എതിർപ്പ് ഇന്ത്യക്കെതിരെ ഉണ്ടാക്കി. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹൈന്ദവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, ബുദ്ധമതക്കാർക്കെതിരെ വലിയ ആക്രമണം നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിനെതിരെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോഴും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മോശമാണ്. എന്തായാലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വരുന്നത് അവരൊരു മതേതര കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. അത് ഇന്ത്യക്ക് ആശ്വാസം പകരുന്നത് തന്നെയാണ്. അവർ ഈ പാകിസ്ഥാൻ്റെ ക്ലിക്കിൽ അത്രമാത്രം വന്ന് വീണു പോകാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്നു. മാതാവ് ഖാലിദ് സിയ പ്രധാനമന്ത്രിയായിരുന്നു. ഒരുപക്ഷെ 2 ഡൈനാസ്റ്റി റൂളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകൾ ഷെയ്ഖ് ഹസീന. അങ്ങനെ ഷെയ്ഖ് ഹസീന 15 വർഷമാണ് അവിടെ ഏതാണ്ട് അയൺ ലേഡി പോലെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് പേര് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് അവർക്ക് അവസാനം അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. ഇന്ത്യയാണ് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഇത്രയും വലിയൊരു ഇത് വരാനുള്ളൊരു കാരണം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് വേറെ വഴിയില്ല. കാരണം ഷെയ്ഖ് മുജീബ് റഹ്മാൻ മുതൽ ബംഗ്ലാദേശ് രൂപം കൊള്ളുന്ന യുദ്ധം വരെയുള്ള കാര്യങ്ങളിൽ അവാമി ലീഗ് എന്ന പാർട്ടിയുമായിട്ട് ഇന്ത്യക്ക് വലിയ അടുപ്പമുണ്ട്. അവാമി ലീഗിനെ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അനധികൃതമാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യക്ക് അല്പം ആശ്വാസം പകരുന്ന വാർത്ത എന്ന് തന്നെ വേണം ഇതിനെക്കുറിച്ച് പറയാൻ. SK പിക്ക് ഫാൻസ് കൂടുക കേട്ടോ. പിലാത്തറ മോഹൻ പറയുന്നു, SK ഇടവേളയ്ക്ക് പറയാൻ വേണ്ടി പിയെ വിളിച്ച് ലൈനിൽ നിർത്തും. എന്നിട്ട് അതേ ക്ഷമയോടെ കേട്ടോണ്ട് അവിടെ ശാന്തനായി നിൽക്കും. പിക്ക് എന്തൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.